നമസ്കാരം. ഇന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റ് വിശകലനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിപണി ഇന്ന് വീണ്ടും പച്ചയിൽ ക്ലോസ് ചെയ്തു. സെൻസെക്സ് 208 പോയിന്റ് ഉയർന്ന് 83,000-ന് മുകളിലും നിഫ്റ്റി 25,900 എന്ന നിർണായക നിലവാരത്തിന് മുകളിലും ക്ലോസ് ചെയ്തു. എന്നാൽ വിപണിയേക്കാൾ വലിയ ചർച്ചാവിഷയം അമേരിക്കയിൽ നിന്നാണ്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് സീറോ താരിഫ് അഥവാ നികുതിയില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നു. എന്നാൽ വൈറ്റ് ഹൌസ് പുറത്തുവിട്ട രേഖകളിൽ കാര്യങ്ങൾ അത്ര ലളിതമല്ല. ഇതിനിടയിൽ ഓഹരി വിപണിയെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വർണ്ണ നിക്ഷേപം അഥവാ ഗോൾഡ് ETF കുതിച്ചുയരുകയാണ്. ജാനുവരിയിൽ മാത്രം സ്വർണ്ണത്തിലേക്കുള്ള നിക്ഷേപം 100% വർദ്ധിച്ചത്. കൂടാതെ അദാനി ഗ്രൂപ്പ് വീണ്ടും അമേരിക്കൻ അന്വേഷണ ഏജൻസികളുമായി ചർച്ചയിലാണ്. L&Tക്ക് ഗൾഫിൽ നിന്ന് വമ്പൻ ഓർഡർ ലഭിച്ചു. ഇവയെല്ലാം വിശദമായി നമുക്ക് പരിശോധിക്കാം. വിഷയത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് ഒരു ചെറിയ കാര്യം. വിപണിയിൽ ദിവസേനയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പ്രധാന അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. ആദ്യം തന്നെ വിപണിയുടെ ഇന്നത്തെ പ്രകടനം നോക്കാം. തുടർച്ചയായ 4-ാം ദിവസവും വിപണി നേട്ടത്തിലാണ്. സെൻസെക്സ് 208 പോയിന്റ് ഉയർന്നു. IT ഫാർമ ഓഹരികളാണ് വിപണിയെ മുന്നോട്ട് നയിച്ചത്. നിക്ഷേപകർക്ക് ആത്മവിശ്വാസം നൽകുന്ന മറ്റൊരു വാർത്ത ഇന്ത്യ-US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടതാണ്. ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇനി അമേരിക്കയിൽ സീറോ താരിഫായിരിക്കുമെന്നാണ്. അതായത് ₹1 പോലും നികുതി നൽകേണ്ടതില്ല. എന്നാൽ വൈറ്റ് ഹൌസ് പുറത്തുവിട്ട ഫാക്ട് ഷീറ്റ് പ്രകാരം ഇതൊരു ഇന്ററിം എഗ്രിമെന്റ് അഥവാ ഇടക്കാല കരാർ മാത്രമാണ്. പൂർണ്ണമായും നികുതി ഒഴിവാക്കുന്നതിലേക്കെത്താൻ ഇനിയും ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. എങ്കിലും ടെക്സ്റ്റൈൽ, ജെംസ് ആൻഡ് ജ്വല്ലറി സെക്ടറുകൾക്ക് ഇത് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇവിടെ എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ നികുതി പൂർണ്ണമായും ഒഴിവാക്കി സീറോ ആക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതോ ഇതൊരു രാഷ്ട്രീയ പ്രഖ്യാപനം മാത്രമാണോ? നിങ്ങളുടെ അഭിപ്രായം യെസ് അല്ലെങ്കിൽ നോ എന്ന് താഴെ കമന്റ് ചെയ്യാമോ? അടുത്തത് സ്വർണ്ണ നിക്ഷേപത്തെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ്. സ്വർണ്ണത്തിലേക്കുള്ള നിക്ഷേപം കുതിച്ചുയരുകയാണ്. ജാനുവരി മാസത്തിൽ മാത്രം ഗോൾഡ് ETFകളിലേക്ക് ഒഴുകിയെത്തിയത് 24,040 കോടി രൂപയാണ്. ഇത് കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് 100% വർധനവാണ്. സാധാരണ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് വരുന്ന അതേ തുക ഇപ്പോൾ സ്വർണ്ണത്തിലേക്കും വരുന്നു. ഇതിനു കാരണം ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടം ഭയന്ന് ആളുകൾ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണ്ണത്തിലേക്ക് മാറുന്നതാണ്. കൂടാതെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളിൽ സ്വർണ്ണവിലയിലുണ്ടായ വൻ ഉയർച്ചയും ഒരു കാരണമായിരിക്കാം. ഇവിടെ മറ്റൊരു ചോദ്യം. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ സ്വർണ്ണത്തിന് എത്ര ശതമാനം സ്ഥാനമുണ്ട്? നിങ്ങൾ ഇപ്പോൾ ഗോൾഡ് ETF വാങ്ങുന്നുണ്ടോ അതോ ഓഹരികൾ തന്നെയാണോ ഇപ്പോഴും വാങ്ങുന്നത്? ഗോൾഡ് അല്ലെങ്കിൽ സ്റ്റോക്സ് എന്ന് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തൂ. ഇനി കോർപ്പറേറ്റ് വാർത്തകളിലേക്ക്. അദാനി എന്റർപ്രൈസസ് വീണ്ടും വാർത്തകളിലുണ്ട്. കൈക്കൂലി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ ഓഫീസ് ഓഫ് ഫോറിൻ അസറ്റ് കൺട്രോളുമായി കമ്പനി ചർച്ചകൾ നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരുന്നു. വാൾസ്ട്രീറ്റ് ജേണലിലെ ആരോപണങ്ങളെക്കുറിച്ച് വ്യക്തത വരുത്താനാണ് ഈ നീക്കം. നിർമ്മാണ ഭീമനായ L&Tക്ക് UAEയിൽ നിന്ന് ഒരു പ്രധാന ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഏകദേശം 1000 മുതൽ 2500 കോടി രൂപ വരെ മൂല്യമുള്ള ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റാണിത്. L&Tക്ക് ഇതൊരു പോസിറ്റീവ് വാർത്തയാണ്. സെബിയിൽ നിന്നൊരു വാർത്തയുണ്ട്. പുതിയ എക്സ്ചേഞ്ചുകളായ NCDEX, MSE എന്നിവർക്ക് ഓപ്ഷൻ ട്രേഡിംഗ് തുടങ്ങാൻ സെബി തൽക്കാലം അനുമതി നൽകിയിട്ടില്ല. വിപണിയിലെ റിസ്ക് കുറയ്ക്കാനാണ് സെബിയുടെ ഈ നീക്കം. അവസാനമായി കമ്പനികളുടെ ക്വാർട്ടർ റിസൾട്ടുകൾ നോക്കാം. ഓട്ടോ പാർട്സ് നിർമ്മാതാക്കളായ സംവർധന മദർസൺ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ലാഭം 16.5% വർദ്ധിച്ചു. വാഹന വിപണിയിലെ ഡിമാൻഡ് അവർക്ക് ഗുണകരമായി. ഫാർമ കമ്പനിയായ അരബിന്ദോ ഫാർമയുടെ ലാഭം 8% വർദ്ധിച്ച് 930 കോടി രൂപയായി. BSEയുടെ ലാഭവും 8% വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ അവരുടെ മാർജിൻ അല്പം കുറഞ്ഞുവെന്നത് ശ്രദ്ധിക്കണം. ചുരുക്കത്തിൽ വിപണി 25,900-ന് പുതിയ ഉയരങ്ങളിൽ നിൽക്കുമ്പോഴും സ്വർണ്ണത്തിലേക്കുള്ള പണമൊഴുക്ക് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അദാനി വാർത്തകളും അമേരിക്കൻ കരാറിന്റെ പുരോഗതിയും വരും ദിവസങ്ങളിൽ നിർണായകമാകും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.